നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ഒരു അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാരും സർക്കാരിലെ മന്ത്രിമാരും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ നിയമസഭാ ചർച്ചകളിലടക്കം പിണറായി നിന്നുരുകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് നിങ്ങളെ വിടൂ എന്ന തരത്തിലാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായിയോട് പലരും സംസാരിക്കുന്നത് കണ്ടത്. അങ്ങനെ പിണറായിയെ നിർത്തിപ്പൊരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മറ്റ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നതാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെങ്കിലും മിസ്റ്റർ പിണറായി എന്ന് ധൈര്യത്തോടെ വിളിച്ചുകൊണ്ട് പിണറായിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല എങ്കിൽ പോലും പിണറായിക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ പോയിന്റ് എന്താണ് എന്ന് വീഡിയോയിലൂടെയും മറ്റു പ്രതികരണങ്ങളിലൂടെയും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അടവാണ് ഇതൊക്കെ എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും കഴിഞ്ഞ ദിവസം ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന മലിനജലം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിണറായി വിജയന്റെ പരിഹാസത്തിനെതിരെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വിഷയത്തിലും ചുട്ട മറുപടികൾ എന്ന രീതിക്ക് പിണറായിയോട് സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും പ്രതികരണങ്ങളും ഒക്കെ വരുമ്പോൾ ഇപ്പോഴാ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായിട്ടുള്ള നാദിറ. ജലപീരങ്കിയിൽ മലിനജലം ഉപയോഗിച്ചു എന്ന് പറയുന്ന പിണറായി വിജയന്റെ പരാമർശത്തെ പരിഹസിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന ബിഗ് ബോസ് താരമായിട്ടുള്ള നാദിറ പറയുന്നത്, ഈ പറയുന്ന അവസരം കിട്ടുമ്പോഴൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന താങ്കളുടെ പ്രവർത്തനങ്ങൾ, അവസരം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും പാർട്ടിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി വിവാദങ്ങളിൽ പ്രതികരിക്കുന്ന താങ്കളുടെ രീതികളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള വിമർശനമാണ്. സമരകാലത്ത് ജലപീരങ്കി പ്രയോഗം നേരിട്ടപ്പോൾ മലിനജലത്തെക്കുറിച്ച് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ള ചോദ്യമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിനെ രൂക്ഷമായിട്ട് നാദിറ വിമർശിക്കുന്നത്. ജലപീരങ്കിയിൽ മലിനജലം ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പരിഹസിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബിഗ് ബോസ് താരം അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ സമരകാലത്ത് ജലപീരങ്കി ഏറ്റപ്പോൾ അത് മലിനജലം ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മണമൊന്നും ശരീരത്തിന് ദോഷമാണ് എന്ന് മനസ്സിലായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളോടോ മന്ത്രിസഭയിലോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചില്ല എന്നാണ് നാദിറയുടെ ചോദ്യം. താൻ ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ഏത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുന്ന ആളാണ് രാഹുൽ എന്ന കുറ്റപ്പെടുത്തലും നാദിറ നടത്തിയിട്ടുണ്ട്. നാദിറ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെ: മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കൾ എല്ലാ കാലത്തും സമരം ചെയ്യുമ്പോൾ ഒരുപാട് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മുന്നോട്ടു പോകുന്ന ഒരു നേതാവ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ സമയത്ത് LDFനെ പറ്റി പറയാൻ കഴിയുന്ന ചെറിയ വിഷയത്തിൽ പോലും ഉടനെ മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് രമണ, ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് അല്ല എങ്കിൽ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് കൂടി നടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ ഒരു മുട്ടുസൂചി കണ്ടാൽ അത് LDF ഗവൺമെന്റിന്റെ കാലിലെ പോരായ്മയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ വിളിക്കുന്നയാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ സമരകാലത്ത് ജലപീരങ്കി ഏറ്റപ്പോൾ അത് മലിനജലമായിരുന്നുവെങ്കിൽ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മണമാണ് വന്നത് എങ്കിൽ, ശരീരത്തിന് ദോഷമുണ്ടായി എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളോടോ മന്ത്രിസഭയിലോ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചില്ല? നിലവിൽ താൻ ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ഏത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് അണികൾ അതിന് കൈയടിച്ചേക്കാം. പക്ഷേ ജനങ്ങൾ ഇതുപോലെ സമരമുഖത്ത് തന്നെ കാണും. LDF കാലത്ത് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചത് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിൻ്റെയോ അതിൻ്റെ ബഹുജന സംഘടനയുടെയോ സമരത്തെ തുടർന്നല്ല. LDFിലെ രണ്ടാം കക്ഷിയായ CPIയുടെ ശക്തമായ നിലപാടിനെ തുടർന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവും മന്ത്രിയുമായിട്ടുള്ള KM ഷാജിയും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? 10 വർഷത്തിന് ശേഷമാണ് AISF AIYF സമരം ചെയ്യുന്നത് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സംശയം ചോദിക്കട്ടെ. PM ശ്രീ നിലപാടിനെ LDF കാലത്ത് പ്രസ്താവന നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളും KSU കുഞ്ഞുങ്ങളും ഇന്ന് എവിടെയാണ്?
കൊടിമടക്കി തലയിണക്കീഴിൽ ഭദ്രമായി വെച്ചു. ഇത്തരത്തിലാണ് നാദിറയുടെ കുറിപ്പ്. അതേസമയം ഈ വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടത്തുന്ന ഒരു സമരവും ആ സമരത്തിനെതിരെ പോലീസ് ഉപയോഗിച്ചുള്ള ജലപീരങ്കിയിലുള്ള വെള്ളം അത് മോശമാണ് എന്നുള്ള രീതിയിൽ അവസ്ഥകളും ഒക്കെ തന്നെയാണ്. ഈ ഒരു വിഷയം അതിഗുരുതരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര ഭീഷണി അത് വലിയ രീതിയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സമരമുഖങ്ങളിൽ ഇത്തരത്തിൽ പോലീസിന്റെ ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ആ ഒരു ശുദ്ധത അത് വലിയ രീതിയിൽ ആശങ്ക പടർത്തുന്നുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന ജലത്തിൽ നിന്ന് രോഗബാധിതയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായി വെള്ളം ചീറ്റുമ്പോൾ മൂക്കിൽ കൂടി ജലം കയറാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ ആ രോഗം പിടിപെടാനുള്ള അവസ്ഥയും കൂടുതലാണ്. ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ പോലും മൂക്കിനുള്ളിലേക്ക് വെള്ളം പോകാതെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ വിവിധ സമരങ്ങളിൽ ജലപീരങ്കി പ്രയോഗം പതിവാണ്. ലാത്തി ചാർജ് ഒഴിവാക്കാനും ആദ്യം ജലപീരങ്കിയാണ് പ്രയോഗിക്കുന്നത്. സമരക്കാർ പരസ്പരം കെട്ടിപ്പിടിച്ച് നിന്ന് ഇതിനെ നേരിടുന്നത് സ്ഥിരമായി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ സമയത്തെല്ലാം മൂക്കിലൂടെ വെള്ളം അകത്ത് കയറാനാണ് സാധ്യത. പോലീസ് ക്യാമ്പുകളിലെ കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമാണ് ജലപീരങ്കിയിലേക്ക് സാധാരണ വെള്ളം നിറയ്ക്കുന്നത്. ഇത് രോഗാണുമുക്തമല്ല എങ്കിൽ ആശങ്കയ്ക്ക് സാഹചര്യമുണ്ട്. സമരം നിയന്ത്രിക്കാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ജലപീരങ്കി പ്രയോഗത്തിനിടെ നനയുന്നത് പതിവാണ്. രോഗഭീഷണിയുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കുളവും കിണറും ഉൾപ്പെടെ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുന്നതും സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീന്തൽ കുളങ്ങൾ ഉൾപ്പെടെ അടിയന്തരമായി ശുചീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഈ സാഹചര്യത്തിലാണ് ജലപീരങ്കി പ്രയോഗം സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത്. അതേസമയം AYF നടത്തിയിട്ടുള്ള നിയമസഭാ മാർച്ചിന് നേരെയാണ് പോലീസ് ഇത്തരത്തിൽ ജലപീരങ്കി ഉപയോഗിച്ചതും അത് മലിനജലമാണെന്ന CPM CPI ആരോപണങ്ങൾക്കെതിരെ മുൻ DGPയും ശ്രീലേഖയായ കൗൺസിലറും രംഗത്തെത്തുന്നത്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെയും സർക്കാർ നിലപാടിനെയും വിമർശിച്ചാണ് ശ്രീലേഖയുടെ പ്രതികരണം. പോലീസിന്റെ ജലപീരങ്കിയിൽ കരമനയാറിലെ മലിനജലമാണ് ഉപയോഗിച്ചതെന്ന ആരോപണത്തെ പരിഹസിച്ച ശ്രീലേഖ മുൻപും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മഹിളാ മാർച്ചിനിടെ ഉപയോഗിച്ച ജലപീരങ്കി പോലും മലിനജലമായിരുന്നു എന്നുള്ള അനുഭവം അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകളെ അവർ വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പോലീസിന്റെ ജലപീരങ്കിയിൽ നിറയുന്നത് ഈ കോളിൽ ധാരാളമുള്ള കരമനയിലെ മലിനജലമാണ് എന്നാണ് ഇപ്പോഴത്തെ 10 വർഷം പോലീസിനെ നയിച്ച പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐക്കാർക്ക് മസ്തിഷ്ക ജ്വരം വന്നാലല്ലേ ഇവർക്ക് പൊള്ളൂ? നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഫലം വരുന്നതിന് മുൻപ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് വരുൺ ചീറ്റിയിട്ടുള്ള ഏതോ ഓടയിൽ നിന്ന് എടുത്ത തവിട് നിറത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന മലിനജലം മാധ്യമങ്ങളുടെ എല്ലാ മലയാളികളും കണ്ടതാണ്. ഞാനത് അനുഭവിക്കുകയും ചെയ്തു. മൗലികാവകാശം എന്ന നാടകത്തിൽ NN പിള്ളയുടെ ഒരു കഥാപാത്രം പറയുന്നത് ഓർമ്മ വന്നു. പാപ്പനെന്നും പാപ്പനായിരുന്നു, പോലീസ് എന്നും പോലീസുമായിരുന്നു, നേതാവ് മാറി മന്ത്രിയായി എന്ന് മാത്രം. സംഭവം രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് പുതിയ വേഗമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ശ്രീലേഖ കുറിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് നാദിറ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.